മനുഷ്യ വന്യജീവി ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഒരു ജീവൻ നഷ്ടമായ സംഭവത്തിലേക്കാണ്. അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി മുള്ളി വനമേഖലയിൽ കടുവാ സെൻസസിന് പോയ വനംവകുപ്പ് ജീവനക്കാരൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവാണ് മരിച്ചത്. ഭയപ്പെട്ടോടിയ കാളിമുത്തുവിനെ കാട്ടാന പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ഗോകുൽ വി എസ് ഉണ്ട്. ഗോകുൽ, ഈ സെൻസസിന് വേണ്ടി പോയപ്പോൾ ഒരു വലിയ ഉദ്യോഗസ്ഥ സംഘം തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഈ ആന എത്തിയപ്പോൾ എല്ലാവരും ചിതറിയോടി. ഇദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുകയായിരുന്നു. ഇത് വനപ്രദേശത്ത് വെച്ചാണോ? മറ്റു വിവരങ്ങൾ എന്താണ്? ഇത് വനപ്രദേശത്ത് വെച്ചാണ്, മുള്ളി വനമേഖലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. 3 അംഗ സംഘമാണ് ഇവർ പോയത്. ഇവർ കടുവ സെൻസസിനായി പോകുന്നതിനിടയിൽ തിരിച്ചു വരുമ്പോൾ, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നത്. 3 അംഗ സംഘവും ചിതറിയോടി. ഇതിനിടയിൽ കാളിമുത്തുവിനാണ് ആനയുടെ ആക്രമണം ഏറ്റത്. അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ RRT സംഘവും ചേർന്ന് കാളിമുത്തുവിന്റെ മൃതദേഹം കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് അഗളി ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. ഇതൊരു വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. കാരണം ജോലിക്കിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. കാട്ടാന സെൻസസിന് വേണ്ടിയാണ്, കടുവ സെൻസസിന് വേണ്ടിയാണ് ഇവർ വനമേഖലയിൽ പ്രവേശിച്ചത്. ഏകദേശം കണക്കിന് കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ കടുവ സെൻസസ് നടക്കുന്നുണ്ട്. ഇതിനിടെ പലരെയും അട്ടപ്പാടിയിൽ ഒരു വനമേഖലയിൽ ഒരു സംഘം പെട്ടുപോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ജോലി ഇങ്ങനെ കുറച്ച് നാളുകളായി തുടരുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഘം ആനയുടെ മുന്നിൽ പെടുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് കാളിമുത്ത് മരിച്ചത്. ശരി, ഗോകുൽ വി എസ് ആണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.